ശ്രീ ശശീന്ദ്രൻ, എങ്ങനെയുണ്ട് ഉത്തരവാദപ്പെട്ട ചുമതലപ്പെട്ട വകുപ്പ് മന്ത്രിയുടെ ഈ പ്രതികരണം? അദ്ദേഹം ഏതായാലും 25-ാം തീയതി യോഗം നടന്നു എന്ന് ദില്ലിയിൽ സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം പക്വമാണോ? ഉണ്ടായ ഒരു വലിയ അപകടത്തിന് ചേരും വിധത്തിലാണോ മന്ത്രി ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടുള്ളത്? മാത്രവുമല്ല, ഇതേ മിനിറ്റ്സിൻ്റെ 12-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിലവിൽ പദ്ധതി പൂർണ്ണമായും പൊതുമരാമത്ത് വകുപ്പ് കോഴിക്കോട് ഡിവിഷനാണ് മേൽനോട്ടം വഹിക്കുന്നത്. വയനാട് ജില്ലയിലെ മേപ്പാടി ഭാഗത്ത് നിലവിൽ നിരന്തരം പദ്ധതി മോണിറ്റർ ചെയ്യാനും ജില്ലാ തദ്ദേശ ഭരണകൂടവുമായി നിരന്തരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും വേണ്ടി പൊതുമരാമത്ത് കൽപ്പറ്റ റോഡ് സബ് ഡിവിഷനെ ചുമതലപ്പെടുത്താൻ വേണ്ട നടപടി കൈക്കൊള്ളാനും തീരുമാനിച്ചു. പൊതുമരാമത്ത് വകുപ്പിൻ്റെ പൂർണ്ണ ചുമതലയിൽ ഉണ്ടായിരിക്കെ വകുപ്പിനെ ഇതിലേക്ക് പിടിച്ചിടണ്ട എന്ന മട്ടിലൊക്കെയാണ് മന്ത്രി ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. ശ്രീ ശശീന്ദ്രൻ, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന അങ്ങേയറ്റം നിർഭാഗ്യകരമായ രീതിയിലാണ്. അത് ഒരിക്കലും യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതല്ല. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. അതുകൊണ്ട് 3 വിലപ്പെട്ട ജീവനാണ് നഷ്ടപ്പെട്ടതെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി തിരിച്ചറിയണം. 5-ാമത്തെ തീരുമാനം, നിങ്ങൾ നേരത്തെ പറഞ്ഞ യോഗത്തിൻ്റെ 5-ാമത്തെ തീരുമാനം, ഇവിടെ മണ്ണ് അവിടെ ആവശ്യമുണ്ടെന്ന് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല. 5-ാമത്തെ തീരുമാനം, സൈറ്റിൽ പ്രവൃത്തിയുടെ ഭാഗമായി ഉണ്ടാകുന്ന മണ്ണ് താൽക്കാലികമായി സൂക്ഷിക്കാൻ സ്ഥലപരിമിതിയുള്ള കാര്യം KRC എന്ന കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ അറിയിച്ചു. അനുയോജ്യമായ സ്ഥലം സർക്കാർ ഉടമസ്ഥയിലുള്ളതോ സ്വകാര്യ സ്ഥലത്തോ കണ്ടെത്താൻ ഉത്തരവാദിത്വം ഗവൺമെൻറ്റതാണ്. അത് അവരാവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മണ്ണ് ആവശ്യം അവിടെ വേണം എന്ന് കമ്പനി ആവശ്യപ്പെട്ടിട്ടേയില്ല. അത് നീക്കം ചെയ്യണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതാണ് 5-ാമത്തെ തീരുമാനം. ഈ കാര്യങ്ങളിലെല്ലാം ഒരു ഗൗരവമേറിയ ഇടപെടലുണ്ടായില്ല. മാത്രമല്ല, അടുത്ത വാചകം എന്താ അറിയോ? ജൂലൈ 7-ാമത്തെ തീരുമാനം, ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ കനത്ത മഴയുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ ശ്രദ്ധ നൽകാൻ എല്ലാ വിഭാഗം വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ജൂലൈ മാസത്തിൽ മഴയുണ്ടാകുന്നവർ അവർക്കറിയാം, ആഗസ്റ്റ് മാസങ്ങളിലും. മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യങ്ങളെല്ലാം തരുമ്പോൾ മറ്റൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശം എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ് മാനേജ് കമ്മിറ്റി EMC അത് ഇടയ്ക്കിടയ്ക്ക് ചേർന്ന് ഈ കാര്യങ്ങളെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇത് ചെയ്യേണ്ടത് ആരാണ്? ഗവൺമെൻറ്റാണ്, സർക്കാരാണ്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിനാണ് കൂടുതൽ ഉത്തരവാദിത്തം. അദ്ദേഹം മറ്റ് 2 മന്ത്രിമാർ വന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. റവന്യൂ മന്ത്രിയും ഞങ്ങളുടെ വയനാടിൻ്റെ മന്ത്രി കൂടിയായിട്ടുള്ള സിദ്ദിഖൊക്കെ വന്ന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഞങ്ങളെല്ലാ നാട്ടുകാരൊക്കെ അതിനോട് ചേർന്ന് നിൽക്കുകയാണ്. അതാണ് നമ്മുടെ ഇപ്പോഴുള്ള ഉത്തരവാദിത്തം. രക്ഷാപ്രവർത്തനത്തിൽ എല്ലാവരും യോജിച്ച് നിൽക്കണം. പക്ഷേ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വന്നിട്ടില്ല. അദ്ദേഹം സ്ഥലത്തുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം എന്തായാലും കൃഷി വകുപ്പ് മന്ത്രി ഈ കാര്യം അറിയിച്ചിട്ടുണ്ടല്ലോ. അതെ, അപ്പോൾ തീർച്ചയായിട്ടും ഡൽഹിയിലായതുകൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് വരാൻ കഴിയില്ല. നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ വരും വിചാരിക്കുക. പക്ഷേ കൃഷി വകുപ്പ് മന്ത്രി ഈ കാര്യമെല്ലാം അറിയിച്ചിട്ടുണ്ടാവുമല്ലോ. അദ്ദേഹം മന്ത്രി കൂടിയാണല്ലോ. കൂട്ടുത്തരവാദിത്വമില്ലേ മന്ത്രിസഭയ്ക്ക്? സാധാരണയായിട്ട് ഇതിനകത്തൊരു മോണിറ്ററിംഗ് യോഗം വിളിച്ചു ചേർക്കാനുള്ള ഉത്തരവാദിത്വം ഈ മിനിസ്റ്റർക്കുണ്ടല്ലോ, സിദ്ദിഖ് മിനിസ്റ്റർക്കുണ്ടല്ലോ. അദ്ദേഹം അത് ചെയ്തില്ലല്ലോ. അവിടെയാണ് വിഷയം. ഗവൺമെൻറ് ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് വിഷയം. അത് വളരെ ഗൗരവമുള്ള കാര്യം.